ഗുണ്ടാ സംഘങ്ങൾക്ക് തടയിടാൻ പ്രഖ്യാപിച്ച ഓപ്പറേഷൻ കാവൽ അത് മലയാളികൾ മറന്നിട്ടുണ്ടാകില്ലല്ലോ. ആദ്യ മാസങ്ങളിൽ 600-ലേറെ സ്ഥിരം ഗുണ്ടകളെ ജയിലിലാക്കി പോലീസ്. എന്നാൽ ഓപ്പറേഷൻ കാവൽ പദ്ധതി പൊളിച്ചത് പോലീസ് ഗുണ്ടാ കൂട്ടുകെട്ടാണ്. പലയിടങ്ങളിലും ക്രിമിനലുകളെ നിരീക്ഷിക്കാൻ നിയോഗിക്കപ്പെട്ട ഉദ്യോഗസ്ഥർ തന്നെ വിവരങ്ങൾ ചോർത്തി നൽകി. ഇപ്പോൾ പോലീസിന് നേരെ ഉയരുന്ന വിമർശന ശരങ്ങൾ തണുപ്പിക്കാനാണ് ഇടയ്ക്ക് നിന്നുപോയ ഓപ്പറേഷൻ ആഗുമായി പോലീസ് വീണ്ടും ഇറങ്ങിയിരിക്കുന്നത്. പോലീസിന് ഗുണ്ടകളെ അമർച്ച ചെയ്യുന്നതിൽ പാളുന്നത് എവിടെയാണ് എന്ന് നമുക്ക് പരിശോധിക്കാം. നമുക്കൊപ്പം ചേരുന്നു റിപ്പോർട്ടർ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം തലവൻ ടി വി പ്രസാദ്. വെൽക്കം ടു ഗുഡ് ഈവനിംഗ് വിത്ത് സുജയ പാർവതി. എവിടെയാണ് പാളുന്നത്? ആ പാളുന്ന ഇടം നമ്മൾ കണ്ടെത്തിയോ? സുജയ, ഗുഡ് ഈവനിംഗ്. സുജയ പറഞ്ഞതുപോലെ അതിഭീകരമായ സംഭവം തന്നെയാണ് സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിലും ഗുണ്ടാ പ്രവർത്തനത്തിന്റെ ഭാഗമായി സംഭവിക്കുന്നത് എന്നുള്ളതാണ്. ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം സുജയ, ആർക്കും പരിശോധിച്ചാൽ മനസ്സിലാകുന്ന ഒരു കാര്യം, രാഷ്ട്രീയ, പോലീസ്, ഗുണ്ട ഈ മൂന്ന് വിഭാഗങ്ങളും തമ്മിലുള്ള പരസ്പര ബന്ധമാണ് സംസ്ഥാനത്ത് ഇങ്ങനെ ഗുണ്ടകൾ വളരാനും അവരെ അഴിഞ്ഞാടാനുമുള്ള പ്രധാനപ്പെട്ട കാരണം. നമ്മൾ നേരത്തെ പറഞ്ഞ കണക്ക് പരിശോധിച്ചു കഴിഞ്ഞാൽ ആകെ സംസ്ഥാനത്ത് പോലീസ് കണക്ക് കൂട്ടിയ 1800 ഗുണ്ടകളെയും അറസ്റ്റ് ചെയ്യണം, അവരെല്ലാവരെയും പിടികൂടണം എന്ന തീരുമാനമെടുത്ത് സംസ്ഥാനത്ത് ആകെ പിടികൂടിയത് 100 ചില്ലറ ഗുണ്ടകൾ മാത്രമാണ്. അതായത് 1700 ഗുണ്ടകളും പുറത്താണ് എന്നതാണ് ഇതിലെ പ്രധാനപ്പെട്ട പ്രശ്നം. ഏറ്റവും താഴത്തെ പോലീസ് സ്റ്റേഷൻ മുതൽ പരിശോധിച്ചാൽ പോലീസ് സ്റ്റേഷനിൽ തുടങ്ങി ഡിവൈഎസ്പി ഓഫീസ്, SP ഓഫീസ്, എല്ലാ തലങ്ങളിലും വലിയ സ്വാധീനമുള്ള ഗുണ്ടകളാണ് ഇന്ന് വിലസുന്നതിൽ ഏറ്റവും കൂടുതൽ എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം. അങ്ങനെയെങ്കിൽ സത്യസന്ധമായി ജോലി ചെയ്യുന്ന പോലീസ് ഉദ്യോഗസ്ഥർ ഉള്ള പോലീസ് സ്റ്റേഷൻ പരിധിയിലെങ്കിലും എന്തുകൊണ്ട് ഗുണ്ടകളെ അമർച്ച ചെയ്യാൻ പറ്റുന്നില്ല എന്ന ചോദ്യത്തിനുള്ള മറുപടി എന്നത് അത്തരം ഗുണ്ടകളും അവിടുത്തെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാക്കളുടെ കൈകളിലാണ് എന്നതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. ഇതിലെ ഒരു കാര്യമുള്ളത്, ഇവരുടെ കയ്യിലേക്ക് വരുന്ന കണക്കില്ലാത്ത സമ്പത്താണ് സുജിയ ഇതിലെ പ്രധാനപ്പെട്ട കാര്യം. ആ സമ്പത്ത് അവർ കൃത്യമായി മാസമെന്നോ ദിവസമെന്നോ വ്യത്യാസമില്ലാതെ വിഹിതം വെച്ച് കൊടുക്കുകയാണ് രാഷ്ട്രീയ പോലീസ് നേതൃത്വത്തിന് എന്നതാണ് ഇതിലെ പ്രധാനപ്പെട്ട കാര്യം. മണ്ണ് മാഫിയയുമായി ബന്ധപ്പെട്ട കാര്യത്തിലേക്ക് നമുക്ക് വന്നാൽ, നമുക്ക് മൈനിങ് ആൻഡ് ജിയോളജിന്റെ വെബ്സൈറ്റ് പരിശോധിച്ചാൽ ആർക്കും അറിയാം ഓരോ ജില്ലയിലും എത്ര പെർമിഷനാണ് മണ്ണെടുക്കാൻ കൊടുക്കുന്നത് എന്ന്. പക്ഷേ നമ്മുടെ കേരളത്തിലെ മുക്കിലും മൂലയിലും മണ്ണ് കൊണ്ട് ലോറികൾ പോയിട്ടുണ്ട്. എവിടെ നിന്ന് പെർമിഷൻ കിട്ടി? എവിടെ നിന്നും പെർമിഷൻ കിട്ടിയില്ല. അവർ പോകുന്നത് ഈ ഗുണ്ടാ തണലിലാണ്. ഈ ഗുണ്ടകളെ നിയന്ത്രിക്കുന്നത് ഇവിടുത്തെ രാഷ്ട്രീയ നേതൃത്വമാണ്. ആ രാഷ്ട്രീയ നേതൃത്വത്തെയും ഗുണ്ടാ നേതൃത്വത്തെയും സന്തോഷിപ്പിക്കുന്നത് ഇവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥരാണ്. ഇതൊരു മണ്ണുമാഫിയയുടെ കാര്യം മാത്രമല്ല, അത് കോഴിക്കടത്തായാലും അതുപോലെ തന്നെ മാലിന്യം തള്ളലായാലും നേരത്തെ പറഞ്ഞ പലിശയായാലും വട്ടിപ്പലിശയായാലും ലഹരി മാഫിയയായാലും എല്ലാ തലങ്ങളിലും ഈ ഗുണ്ട പോലീസ് രാഷ്ട്രീയ കൂട്ടുകെട്ടുകൾ ഒത്തുചേരുന്നു എന്നുള്ളിടത്താണ് നമ്മുടെ പ്രശ്നം തുടങ്ങുന്നത്. അതുകൊണ്ട് തന്നെയാണ് കരമനയിൽ ഒരു ചെറുപ്പക്കാരനെ കല്ലിട്ട് കൊലപ്പെടുത്തുന്ന നിലയിലേക്ക് കേരളം മാറുന്നതും. ചുരുക്കത്തിൽ ഈ മൂന്ന് സംവിധാനത്തെയും പൊളിക്കാനുള്ള ഒരു നീക്കം അത് ആരുടെ ഭാഗത്തുനിന്നുണ്ടാകും എന്നുള്ളതാണ് ഉയരുന്ന പ്രധാനപ്പെട്ട ചോദ്യം.